കാറ്റത്തെ കിളിക്കൂടിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. നീതുവിനെ വിളിക്കുന്ന ഹരീഷ് അടുത്ത വർഷം അവളെ തറവാട്ട് അമ്പലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാമെന്ന് വാക്കു നൽകുകയാ. വേറെ എവിടേക്ക് കൊണ്ടുപോകും, നമുക്ക് കൊടൈക്കനാൽ പോയാലോ എന്ന് നീതു ചോദിക്കുന്നുണ്ട്. കല്യാണം കഴിയട്ടെ, കൊണ്ടുപോകാമെന്ന് ഹരീഷും. അതിന് കല്യാണമൊന്നും കഴിയണ്ട, ഞാൻ കോളേജിൽ നിന്ന് ടൂറാണെന്ന് പറഞ്ഞോളാം, നമുക്ക് രണ്ടുപേർക്കും കൂടി ബൈക്കിൽ പോവാം, നല്ല രസമായിരിക്കുമെന്ന് നീതു. എന്നിട്ട് വേണം നാട്ടുകാർ കഥയുണ്ടാക്കാൻ, അങ്ങനെയുള്ള എല്ലാ യാത്രകളും കല്യാണം കഴിഞ്ഞിട്ട് എന്ന് ഹരീഷ് ഓർമ്മിപ്പിക്കെ. ഓക്കെ, തറവാട്ട് അമ്പലം എവിടെയാന്ന് നീതു ചോദിക്കുന്നു. മാടായിപ്പാറ, അതെവിടെയാണെന്ന് ഇത്രയും കാലം അറിയാത്തോണ്ടാ പോവാതിരുന്നത് എന്ന് ഹരീഷ് പറയാൻ. ഞാൻ വേണമെങ്കിൽ ഒരു ബസ്സിൽ കയറി നാളെ എങ്ങോട്ട് വരാമെന്ന് നീതു. വേണ്ട, അതൊക്കെ പ്രശ്നമാവും, അവിടെ കുറെ ചടങ്ങുകളൊക്കെ ഉണ്ട്, ഇത്തവണ ഞങ്ങൾ പോയിട്ട് വരാം, പിന്നെ നമുക്ക് വേറൊരു ദിവസം പോകാമെന്ന് ഹരീഷും. അടുത്ത ആഴ്ച എന്ന് നീതു ചോദിക്കേ. ശരിയെന്ന് സുധീഷ് സമ്മതിക്കുക. താങ്ക് യു. പോയാ നീ എന്നെ ഫോണിൽ വിളിക്കില്ലേ എന്ന് നീതു ചോദിക്കുന്നുണ്ട്. വിളിക്കുമെന്ന് ഹരീഷ് പറയേ. ഒരു ദിവസം എത്ര തവണ വിളിക്കുമെന്ന് നീതുവും. സമയം കിട്ടുമ്പോഴൊക്കെ വിളിച്ചോളാം പോരെ എന്ന് ഹരീഷ്. മറക്കരുത് എന്ന് നീതു ഓർമ്മിപ്പിക്കേ. ഇല്ലെന്നേ എന്ന് ഹരീഷും. എനിക്ക് ശരിക്കും നിന്നെ മിസ് ചെയ്യുന്നുണ്ടെന്ന് നീതു പറയേ. എനിക്കും എന്ന് ഹരീഷ്. ലവ് യു എന്ന് നീതു പറയുന്നുണ്ട്. അപ്പോഴേക്കും അവളുടെ ചേട്ടൻ അങ്ങോട്ട് കയറി വന്ന് അമ്മയെ വിശക്കുന്നു എന്ന് വിളിച്ചു പറയാ. ഇരിക്കെ, കൊണ്ടുവരാമെന്ന് അമ്മയും വിളിച്ചു പറയുന്നു. എടി, നിന്റെ ചേട്ടൻ വന്നോ എന്ന് ഹരീഷ് ചോദിക്കേ. വന്നു. ഹരീഷേ, നീ ഒരു മിനിറ്റ് ഒന്ന് ഹോൾഡ് ചെയ്യണേ എന്ന് പറഞ്ഞ് അവൾ എഴുന്നേറ്റ് ഡൈനിങ് ഹാളിൽ ഇരിക്കുന്ന ചേട്ടന്റെ അരികിലേക്ക് ചെന്ന് അവനെ ചിരിയോടെ നോക്കി നിൽക്കെ. എന്താടി ഇത്ര ഇളി എന്നവൻ ചോദിക്കുന്നുണ്ട്. ഞാനിപ്പോ ഫോണിൽ ഹരീഷുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നവൾ പറയുമ്പോഴേക്കും അമ്മ അഖിലിന് ചോറുമായി എത്തുന്നുണ്ട്. നാളെ അവരെല്ലാരും കൂടി തറവാട്ട് അമ്പലത്തിലേക്ക് പോവുക. 3-4 ദിവസം അവിടെന്തോ പൂജയാണത്രേ, ഞാനും പോയാലോ എന്ന് ആലോചിക്കുകയായിരുന്നു എന്നവൾ പറയുന്നതൊക്കെ ഹരീഷും ഫോണിലൂടെ കേട്ടുകൊണ്ട് നിൽപ്പാ. പിന്നെ കരുതി കല്യാണം കഴിഞ്ഞിട്ട് പോവാമെന്ന്, പിന്നെ അടുത്ത വർഷം പോവാമെന്ന് വിചാരിച്ചു എന്നവൾ പറയുന്നതുകൾക്ക് അഖിൽ ദേഷ്യത്തോടെ നോക്കുന്നതുകൊണ്ട് എന്താ നോക്കണേ, അടുത്ത വർഷം കല്യാണം നടക്കില്ലെന്നാണോ ബെറ്റ് വെക്കുന്നോ എന്നവൾ ചോദിക്കേ. നീ അതൊന്നും ശ്രദ്ധിക്കാതെ കഴിക്കാൻ നോക്കി, അവള് നിന്നെ മനഃപൂർവ്വം ദേഷ്യം പിടിപ്പിച്ച് കഴിപ്പിക്കാതെ എണീച്ചു വിടാനുള്ള പരിപാടിയാ എന്നമ്മ പറയുമ്പോഴേക്കും നീതു എവിടുന്ന് പോവുകയാ. നീതു തിരികെ തന്റെ റൂമിലെത്തി. പറ ഹരീഷേ എന്ന് പറയേ. എടി, നീ എന്തിനാ അങ്ങനെയൊക്കെ പറയാൻ പോയെന്ന് ഹരീഷ് ചോദിക്കുന്നുണ്ട്. നമ്മൾ തമ്മിൽ സ്നേഹത്തിലാണെന്നും കല്യാണം കഴിക്കുമെന്നും ഒക്കെ അവനോട് പറയുമ്പോ അവന്റെ മുഖത്തൊരു ദേഷ്യം വരും, അത് കാണുമ്പോ എനിക്ക് ചിരി വരും, വെറുതെ ചിരിക്കാനുള്ള ചാൻസ് മിസ് ചെയ്യണോ എന്നവൾ ചോദിക്കുന്നുണ്ട്. പിന്നീട് രാവിലെ ആവുമ്പോ സുധീഷ് അവർക്ക് പോകാനുള്ള കാറുമായി എത്തിയിരിക്കുക. വണ്ടി വന്ന് തിരിച്ചു നിർത്തി ഹോൺ അടിക്കുമ്പോഴേക്കും സീറ്റ് ഔട്ടിലേക്ക് റെഡിയായി വന്ന നിധിയും ദേ വണ്ടി വന്നു എന്ന് അകത്തേക്ക് വിളിച്ചു പറയുന്നുണ്ട്. വണ്ടിയിൽ നിന്നിറങ്ങി സുധീഷും എല്ലാവരും റെഡിയല്ലേ എന്ന് ചോദിക്കുക. സീറ്റ് ഔട്ടിലേക്ക് എത്തുന്ന സുഭാഷ് ഏട്ടനും എടാ നികേഷ് റെഡി ആയിട്ടില്ല എന്ന് പറയാ. അവനോട് വേഗം വരാൻ പറ, സമയം എത്രയെന്നറിയോ, ഇനിയും ലേറ്റ് ആവണ്ടെന്ന് പറയുമ്പോഴേക്കും സുഭാഷ് നികേഷിനെ വിളിക്കാനായി പോവുകയാ. സുധീഷും നിധിയും അപ്പോഴേക്കും സീറ്റ് ഔട്ടിൽ വെച്ച ബാഗുകളെല്ലാം എടുത്ത് കാറിന്റെ ഡിക്കിയിൽ വെക്കുന്നേരം അവരുടെ രണ്ടുപേരുടെയും തല തമ്മിൽ കൂട്ടിയിടിക്കുകയാണ്. വേദനയോടെ തന്റെ നെറ്റിയിൽ കൈവച്ച് നിധി സുധീഷിനെ നോക്കി. സുധീഷും സോറി പറയുകയാ. ഒന്ന് ശ്രദ്ധിച്ചൂടെ എന്ന് നിധി ചോദിക്കെ. പെട്ടെന്ന് കൂട്ടിമുട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അല്ല, ഒന്നുകൂടി മുട്ടിക്കണോ എന്നവൻ ചോദിക്കെ. എന്തിന് എന്ന് നിധിയും. അല്ലെങ്കിൽ കൊമ്പ് മുളയ്ക്കുമെന്നേ ഒരു തമിഴ് പടത്തിൽ പറഞ്ഞിട്ടുണ്ടേ എന്നവൻ പറയെ. അങ്ങനെ ചെയ്താ കണ്ണു കുത്തി പൊട്ടിക്കണമെന്ന് ഒരു തെലുങ്കു സിനിമയിലും ഉണ്ട്, ചെയ്യണമെന്ന് നിധി ചോദിക്കെ. വേണ്ട എന്ന് സുധീഷും. അപ്പോഴേക്കും സുഭാഷും ചാന്ദിനിയും അങ്ങോട്ട് ഇറങ്ങി വരുന്നുണ്ട്. ഹരീഷ് ഓടി വന്ന് തന്റെ ബാഗ് ഡിക്കിയിലേക്ക് വെക്കുക. അപ്പോഴാണ് അച്ഛനും ഇറങ്ങി വന്ന് തന്റെ ഒരു കവർ ഡിക്കിയിലേക്ക് വെച്ച് അവിടെ നിന്ന് പോകുന്നത്. ഇയാളല്ലേ ബസ്സിൽ വരുമെന്ന് പറഞ്ഞതെന്ന് സുധീഷ് ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട്. വിടടാ, പോന്നോട്ടെ എന്ന് സുഭാഷ് ഏട്ടനും. അപ്പൊ വണ്ടിയിൽ ഒരു സ്വൈര്യവും ഉണ്ടാവില്ലെന്ന് മനസ്സിലായി എന്ന് സുധീഷ് പറയുമ്പോഴാണ് അതേ നോക്ക് എന്ന് പറഞ്ഞ് ഹരീഷ് സുധീഷിന് കാഴ്ച കാണിച്ചു കൊടുക്കുന്നത്. നികേഷ് വലിയൊരു ബാഗും താങ്ങിപ്പിടിച്ച് അങ്ങോട്ട് വരുന്നത്. വണ്ടി വിടല്ലേ, ഒരു ചെറിയ പെട്ടി വെക്കാനുണ്ടേ എന്ന് പറഞ്ഞ നികേഷിന്റെ വരവ്. 2 ദിവസത്തെ പരിപാടിയാ, അല്ലാതെ 1 മാസത്തെ പരിപാടിയൊന്നുമല്ല എന്ന് സുധീഷ് ഓർമ്മിപ്പിക്കുന്നുണ്ട്. സാരമില്ല, അമ്പലത്തിൽ വേറെ ആളുകളും വരുമല്ലോ, ഇടയ്ക്കിടയ്ക്ക് മാറ്റിയിട്ട് ഇംപ്രസ് ചെയ്യാമെന്ന് വെച്ചു എന്ന് നികേഷും. ഇവന് വേറെ പണിയൊന്നുമില്ലേ, ഞാൻ വീട് കൂട്ടിയിട്ട് വരാമെന്ന് പറഞ്ഞ് സുഭാഷ് പോകാൻ തുടങ്ങുന്നേരം നിക്ക്, ഞാൻ എന്റെ ചാർജ് എടുത്തിട്ടില്ലെന്ന് പറഞ്ഞ് സുധീഷും പുറകെ ചെല്ലുകയാണ്. ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് എന്ന് നിധി വിളിച്ചു പറയേ. ആണോ എന്ന് ചോദിച്ച് സുധീഷ് സന്തോഷത്തോടെ അവളുടെ അരികിലേക്ക് ചെല്ലുകയാണ്. സുഭാഷ് വീട് കൂട്ടി വരുമ്പോഴേക്കും എല്ലാം വെച്ചില്ലേ, വാ എല്ലാരും കയറാം, നമുക്ക് പോവാം എന്ന് പറഞ്ഞ് സുധീഷ് വിളിക്കുകയാണ്. എടാ, അച്ഛനെ കണ്ടില്ലല്ലോ എന്ന് സുഭാഷ് ചോദിക്കേ. അയാൾ ബസ്സിൽ വരുമെന്നേ, അത് മതി എന്ന് സുധീഷ്. അത് മോശമല്ലേ എന്ന് നിധി ചോദിക്കേ. എന്ത് മോശമെന്ന് സുധീഷ് പറയുമ്പോഴാണ് നിക്ക് കേറാൻ വരട്ടെ എന്ന് പറഞ്ഞ് അച്ഛൻ ഒരു കവറുമായി അങ്ങോട്ട് വന്ന് അമ്പലത്തിലേക്ക് പോകുന്നതല്ലേ, അപ്പോ ആചാരപൂർവ്വം പോണം. സുധീഷേ, ഈ 4 നാരങ്ങ ആ ടയറിന്റെ അടിയിൽ വെക്ക് എന്ന് പറഞ്ഞ് അവന്റെ കയ്യിലേക്ക് നാരങ്ങ എടുത്തു കൊടുത്ത് സുഭാഷിനെ അരികിലേക്ക് വിളിച്ച് തേങ്ങയിൽ തിരി കത്തിക്കാനായി പറയുകയാണ്. സുഭാഷ് തിരി കൊളുത്തുമ്പോഴേക്കും ഭാസ്കരൻ മന്ത്രങ്ങളെല്ലാം ചൊല്ലി പ്രാർത്ഥനയോടെ ആരതി ഒഴിഞ്ഞ് ആ തേങ്ങ ഉടയ്ക്കുകയാ. അങ്ങനെ അവർ സന്തോഷത്തോടുകൂടി യാത്ര തുടങ്ങുകയാ. അച്ഛൻ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സുധീഷിന്റെ കൂടെ മുൻ സീറ്റിൽ തന്നെ ഇരുന്നുറങ്ങുകയാ.
നടുവിലെ സീറ്റിലിരുന്ന് ചാന്ദിനിയും നിധിയും നിർത്താതെ സംസാരിച്ചുകൊണ്ടിരിക്കുക. കാറിന്റെ മിററിലൂടെ നിധി സംസാരിക്കുന്നത് ചിരിയോടെ ശ്രദ്ധിച്ചിരിപ്പ സുധീഷും. അവനെ ശ്രദ്ധിക്കുന്ന അച്ഛനും ഡാ നേരെ നോക്കി വണ്ടി ഓടിക്കടാ, ഹൈവേയാ, വല്ല ലോറിയും വന്ന് തട്ടിയാ പൊടി പോലും കാണില്ല എന്നച്ഛൻ പറയുന്നതുകൾക്ക് എന്തിനാച്ച ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറയുന്നേ എന്ന് പുറകിലിരിക്കായിരുന്ന സുഭാഷൻ വിളിച്ചു ചോദിക്കുന്നുണ്ട്. എടാ ഞാൻ പറഞ്ഞതാണ് ആവശ്യമുള്ള കാര്യം, വണ്ടി ഓടിക്കുമ്പോ ആവശ്യമില്ലാത്ത കാര്യങ്ങളാ അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നച്ഛൻ പറയുന്നതുകൾക്ക് പരുങ്ങളോടെ ഇരുന്ന് മിസ്റ്റർ ഭാസ്കരൻ, ഇവിടുന്ന് നിങ്ങളുടെ ഈ മാടായി പാറയിലേക്ക് എത്ര ദൂരം എടുക്കുമെന്നറിയോ എന്ന് സുധീഷ് ചോദിക്കുക. അത് കേട്ട അച്ഛനും മിസ്റ്റർ ഡ്രൈവർ നേരെ നോക്കി ശ്രദ്ധയോടെ മണിക്കൂറിൽ 70 കിലോമീറ്റർ സ്പീഡിൽ വണ്ടി ഓടിച്ചാൽ 1.25 മണിക്കൂർ ഓക്കെ എന്ന് പറയുന്നതുകൾക്ക് നിധിയും ചാന്ദിനിയും ചിരിയോടെ ഇരിക്കുക. അല്ല അവിടെ നമ്മൾ എവിടെയാ താമസിക്കാന്ന് നിധി ചോദിക്കുന്നുണ്ട്. ടൗണിൽ ചെന്നിട്ട് വല്ല ലോഡ്ജ് നോക്കണമെന്ന് സുധീഷും. അത് കേൾക്കെ അച്ഛനും ഓ അതൊന്നും വേണ്ട എന്ന് പറഞ്ഞ് തന്റെ പോക്കറ്റിൽ നിന്ന് ഒരു കഷ്ണം പേപ്പർ എടുത്ത് ഡാ സുഭാഷേ ഇതങ്ങോട്ട് കൊടുത്തേ. അതെ മണി എന്ന് പറഞ്ഞ ഒരാളുടെ നമ്പറാ, ഇതിൽ വിളിച്ച അയാൾ എല്ലാം അറേഞ്ച് ചെയ്തു തരും. ഞാൻ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടെന്ന് പറയുകയാണ്. അമ്പലത്തിൽ വരുന്നവർക്ക് കുളിച്ച് താമസിക്കാനായിട്ട് ദിവസ വാടകയ്ക്ക് കൊടുക്കുന്ന വീടുകളുണ്ട്, അതിലേതെങ്കിലും ഒന്ന് അവൻ റെഡിയാക്കിയിട്ടുണ്ടാവും. അപ്പോഴേ ഞാനൊന്ന് ഉറങ്ങാൻ പോവുക, മാടായിപ്പാറ എത്തിയിട്ട് വിളിച്ചാൽ മതിയെന്ന് അച്ഛൻ പറയേ ഓം ബ്രാ എന്ന് സുധീഷും പറയുകയാ. സുധീഷ് ഒരു പോക്കറ്റ് റോഡിലേക്ക് വണ്ടി നിർത്തുമ്പോഴേക്കും എത്തിയോടാ എന്ന് അച്ഛൻ ചോദിക്കുന്നുണ്ട്. ഇതാണ് അവര് പറഞ്ഞ സ്ഥലം, ഇവിടെ നിന്നിപ്പോ എങ്ങോട്ടാ പോവേണ്ടെന്നറിയോ എന്ന് സുധീഷ് ചോദിക്കുന്നുണ്ട്. ആദ്യം നീ പുറത്തേക്ക് ഇറങ്ങ്, എന്നിട്ട് ഞാൻ തന്ന നമ്പറിലൊന്ന് വിളിച്ചു നോക്ക് എന്ന് പറഞ്ഞ അച്ഛനും പുറകെ സുധീഷും സുഭാഷും എല്ലാം പുറത്തേക്ക് ഇറങ്ങുകയാ. സുധീഷ് മണിച്ചേട്ടന്റെ നമ്പറിലേക്ക് കോൾ ചെയ്യുന്നുണ്ട്. ഹലോ മണിച്ചേട്ടനല്ലേ എന്ന് സുധീഷ് ചോദിക്കേ. ഹലോ ആരാ എന്നാ ചേട്ടനും ചോദിക്കുക. ചേട്ടാ ഞാൻ ഇന്നലെ വിളിച്ചായിരുന്നേ, തിരുവനന്തപുരത്തുനിന്ന് വരുന്നൊരു ഫാമിലി എന്ന് പറയേ. ആ ഭാസ്കരൻ എന്ന ആള് വിളിച്ച കേസാണോ എന്ന് മണിയും ചോദിക്കുന്നുണ്ട്. ആ അത് തന്നെ ഭാസ്കരനെ എന്ന് സുധീഷും. നിങ്ങളിപ്പോ എവിടാന്ന് മണിച്ചേട്ടൻ ചോദിക്കേ. ദേ ചേട്ടാ ഞങ്ങൾക്ക് ലൊക്കേഷൻ ഒന്നും കറക്റ്റ് ആയിട്ട് അറിയില്ല, മുമ്പിലതേ സ്റ്റോപ്പ് എന്നൊരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്, അതുകൾക്ക് അവിടെ നിന്നാ മതി, ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞ് ചേട്ടൻ കോൾ വെക്കുവേ. അപ്പോഴേക്കും ഭാസ്കരൻ അവിടുന്ന് നടന്നു നീങ്ങുകയാ. അത് കണ്ട് സുഭാഷും അച്ഛാതെ എവിടെ പോവാ, എവിടെങ്കിലും പോയി വഴി തെറ്റണ്ട എന്ന് വിളിച്ച് പറയേ. എന്റെ നാട്ടിൽ വന്നിട്ട് നീ എന്നെ വഴി പഠിപ്പിക്കുന്നു എന്ന് അച്ഛനും വിളിച്ച് പറയുന്നുണ്ട്. അല്ല എവിടെ താമസിക്കുന്നതെന്ന് അറിയണ്ടേ എന്ന് സുഭാഷൻ ചോദിക്കുക. എടാ അതിനുള്ള വഴി കണ്ടുപിടിച്ച് തരാൻ പറ്റുമെങ്കിൽ അവിടേക്ക് എത്താനും ഭാസ്കരൻ അറിയാം. എടാ ഈ നാടെന്നെ മാടി വിളിക്കുന്നത് കണ്ടില്ലേടാ എന്ന് പറഞ്ഞ് കടയുടെ വരാന്തയിൽ നിൽക്കായിരുന്ന തന്റെ ഒരു ഫ്രണ്ടിനെ ചേർത്ത് പിടിച്ച് ഇവിടുത്തെ കാറ്റാണ് കാറ്റ് എന്ന് പാട്ട് പാടിക്കൊണ്ട് കണ്ട ഇതാണ് വൈബ്. എടാ നമ്മുടെ പഴയ ഷാപ്പ് ഇപ്പോഴും അവിടെ തന്നെ ഇല്ലേ എന്ന് ചോദിച്ച് ഭാസ്കരൻ തന്റെ കൂട്ടുകാരനെയും കൂട്ടി പോവുകയാണ്. അപ്പോഴേക്കും മണിച്ചേട്ടൻ തന്റെ സ്കൂട്ടറിൽ അങ്ങോട്ട് എത്തുന്നുണ്ട്. അതെ ഭാസ്കരൻ എന്ന ആള് വിളിച്ച എന്നാ ചേട്ടൻ സംശയത്തോടെ ചോദിക്കേ. അതെ അച്ഛൻ ഇപ്പൊ അങ്ങോട്ട് പോയതേ ഉള്ളൂ എന്ന് സുഭാഷും വിളിച്ചു പറയുക. എങ്ങോട്ട് എന്ന് മണിച്ചേട്ടൻ ചോദിക്കേ. അറിയില്ല ഞങ്ങളോട് അങ്ങോട്ട് പൊക്കോളം പറഞ്ഞു എന്ന് സുഭാഷ് പറയേ. ഭാസ്കരന്റെ എന്ന് മണിച്ചേട്ടൻ ചോദിക്കുന്നുണ്ട്. മക്കളാണെന്ന് സുഭാഷും. എന്നാ പിന്നെ പുറകെ വാ നേരെ അങ്ങോട്ട് പോവാമെന്ന് പറഞ്ഞ് മണിച്ചേട്ടൻ വണ്ടി തിരിച്ചു പോകുമ്പോഴേക്കും സുധീഷും കൂട്ടരും വണ്ടിയും എടുത്ത് അവരുടെ പുറകെ പോവുക. അങ്ങനെ അവർ മണിച്ചേട്ടന്റെ കൂടെ താമസിക്കാനുള്ള സ്ഥലത്തേക്ക് എത്തുകയാ. എല്ലാവരും വണ്ടിയിൽ നിന്നിറങ്ങി വരുമ്പോഴേക്കും മണിച്ചേട്ടൻ പറയുന്നുണ്ട്. ദാ ഇതാണ് നിങ്ങൾക്ക് താമസിക്കാനുള്ള വീടെന്ന്. എല്ലാവരും സന്തോഷത്തോടുകൂടി ആ വീട് നോക്കി നിൽക്കെ. ഈ ഭാഗത്ത് റിസോർട്ടുകളൊക്കെ കുറവാ, ടൗണിൽ കുറച്ച് ലോഡ്ജുകളും ഹോട്ടലുകളും ഒക്കെ ഉള്ളൂ. പക്ഷേ മാടായിപ്പാറ തറവാട്ടമ്പലമായിട്ടുള്ളവരൊക്കെ ഈ വീട്ടിലാ താമസിക്കാറുള്ളത്. ഹോട്ടലുകളിലും ലോഡ്ജുകളിലും ഒന്നും ശുദ്ധാശുദ്ധം പാലിക്കാൻ പറ്റില്ലല്ലോ എന്ന് മണിച്ചേട്ടൻ പറയുന്നതുകൾക്ക്. അല്ല അത്രയധികം ആളുകളുള്ള തറവാട്ടമ്പലമാണോ ഇത് എന്ന് സുധീഷും ചോദിക്കുക. പിന്നെ 10-60 കൊല്ലം പഴക്കമുള്ള അമ്പലമല്ലേ, ഇത്ര കൊല്ലത്തിനിടയിൽ എത്ര കുടുംബങ്ങൾ ശാഖകളായി പിരിഞ്ഞ് രാജ്യത്തിന്റെയും ലോകത്തിന്റെയും പല ഭാഗത്തുണ്ടെന്ന് അറിയാമോ? അവരുടെയൊക്കെ തറവാട്ടമ്പലവും ഇതുതന്നെയല്ലേ എന്ന് മണിച്ചേട്ടൻ പറയുന്നതുകൾക്ക് നമുക്ക് എല്ലാവർക്കും കൂടി ഇവിടെ താമസിക്കാൻ പറ്റുമോ എന്ന് നികേഷും ചോദിക്കുന്നുണ്ട്. നോക്കടാ എന്ന് സുഭാഷ് ചേട്ടനും. അതുകൾക്ക് ചിരിയോടെ മണിച്ചേട്ടനും. മോനെ അകത്ത് 3 കുടുംബങ്ങൾക്ക് ഒരുമിച്ച് കഴിയാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അത് പറഞ്ഞപ്പോഴാ നിങ്ങള് തിരുവനന്തപുരത്തു നിന്നല്ലേ, അവിടെയുള്ള വേറൊരു വീട്ടുകാര് ഇന്നലെ മുതൽ ഇവിടെയുണ്ട്. അവരുടെയും തറവാട്ടമ്പലം മാടായിപ്പാറ ദേവീക്ഷേത്രം തന്നെയാ എന്ന് മണിച്ചേട്ടൻ പറയേ. എല്ലാവരും സംശയത്തോടെ നിൽക്കുമ്പോഴാണ് സിറ്റൗട്ടിലേക്ക് എത്തിയ സുനന്ദ അവരെ കണ്ട് സന്തോഷത്തോടെ സുഭാഷ് ചേട്ടാ എന്ന് വിളിക്കുന്നു. അവളെ കണ്ട് ഞെട്ടലോടെ നിൽപ്പാ സുഭാഷും കൂട്ടരും. സുനന്ദ അങ്ങോട്ട് ഇറങ്ങി വന്ന് നിധിയോടായി അത് കൊള്ളാലോ നിങ്ങൾ ഇങ്ങോട്ട് വന്നോ എന്ന് ചോദിക്കേ. മണിച്ചേട്ടനും അപ്പോ അറിയുന്ന ആളുകൾ തന്നെയാണല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അറിയാവുന്നവര് മാത്രമല്ല ബന്ധുക്കാരും കൂടിയാ എന്ന് സുനന്ദ പറയേ. ആണോ അപ്പോ ഹാപ്പി ആയിട്ട് കൂടാലോ എന്ന് ചിരിയോടെ മണിച്ചേട്ടനും പറയുന്നുണ്ട്. നിധി ഇതിപ്പോ എല്ലാരും ഉണ്ടല്ലോ എന്ന് സുനന്ദ ചോദിക്കേ. സുനന്ദ എന്താ ഇവിടെ എന്ന് നിധിയും ചോദിക്കുക. എന്റെ കല്യാണം കഴിഞ്ഞ തറവാട്ട് അമ്പലത്തിൽ നടത്താന്ന് അമ്മ നേർന്നൊരു വഴിപാടുണ്ടായിരുന്നു, അമ്മയും അശ്വിനും വന്നിട്ടുണ്ട് എന്ന് സുനന്ദ പറയുന്നതുകൾക്ക് ആ ബെസ്റ്റ് എന്ന് ഹരീഷും പറയുകയാ. അപ്പോഴേക്കും മണിച്ചേട്ടനും പറയുക. എന്ന് ഞാൻ അങ്ങോട്ട് ഇറങ്ങട്ടെ, നിങ്ങള് ബന്ധുക്കളും ഒക്കെ ആയിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക, ഇന്ന്
നന്നായിട്ട് റെസ്റ്റ് എടുത്തോ, ഇത്രയും ദൂരം വന്നതല്ലേ, നാളെ അമ്പലത്തിൽ വെച്ച് കാണാം എന്ന് പറഞ്ഞ് മണിച്ചേട്ടൻ തന്റെ വണ്ടിയും എടുത്ത് പോവുകയാണ്. അപ്പോഴാണ് അമ്മായി അകത്തുനിന്ന് സുനന്ദേ ആരോടാണ് നീ സംസാരിക്കുന്നേ എന്ന് വിളിച്ചുകൊണ്ട് ഉമ്മറത്തേക്ക് വരുന്നത്. മുറ്റത്ത് നിൽക്കുന്ന സുഭാഷിനെയും കൂട്ടരെയും കണ്ട് ദേഷ്യത്തോടെ സ്വസ്ഥമായിട്ട് തൊഴാന്ന് വെച്ചാൽ മനുഷ്യന് സ്വസ്ഥത തരില്ലേ, എന്തിനാ എല്ലാരും കൂടി ഇങ്ങോട്ട് കെട്ടിയെടുത്തേ എന്ന് ചോദിക്കേ ഈ തറവാട്ടമ്പലം അമ്മാവന് സ്ത്രീധനമായി കിട്ടിയതൊന്നും അല്ലല്ലോ, എല്ലാവർക്കും ഇങ്ങോട്ട് വരാമെന്ന് സുധീഷും പറയുകയാണ്. എന്നാൽ എവിടെ പോയാലും ആട്ടയൊട്ടും പോലെ കൂടെ തന്നെ ഉണ്ടല്ലോ എന്നമ്മായി വീണ്ടും ദേഷ്യത്തോടെ പറയേ അമ്മേ എന്ന് താക്കീതോടെ വിളിക്കുന്നുണ്ട് സുനന്ദയും. സുധീഷും അമ്മായിയോടായി ഇതേ അമ്മായി ഒരുപാട് അങ്ങ് ഓവറാക്കല്ലേ, നിങ്ങൾക്ക് മാത്രമല്ല ഞങ്ങൾക്കും അത് തറവാട്ടമ്പലം തന്നെയാ, നിങ്ങൾ എങ്ങനെയാണോ തൊഴാൻ വന്നത് അതുപോലെ തന്നെയാ ഞങ്ങളും വന്നിരിക്കുന്നത്, അത് ഞങ്ങളുടെ അവകാശമാണെന്ന് അവൻ പറയേ സുഭാഷും സുധീഷേ എടാ നമ്മൾ തൊഴാനല്ലേ വന്നതെന്ന് ചോദിക്കുന്നു. അത് കേട്ട അമ്മായിയും ഓ നിങ്ങളെ പറ്റി പിന്നെ എനിക്കൊന്നും അറിയത്തില്ലല്ലോ, ഞങ്ങൾ ഇവിടെയാണെന്നറിഞ്ഞ് കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി തന്നെ വന്നതായിരിക്കും എന്ന് അമ്മായി വീണ്ടും ദേഷ്യത്തോടെ പറയേ എന്റെ പൊന്നമ്മായി അങ്ങനെയൊന്നുമല്ല, തറവാട്ടമ്പലത്തിലേക്കൊന്ന് വരണമെന്ന് വിചാരിച്ചു, എവിടെയാണ് അമ്പലമെന്ന് അറിയത്തുമില്ലായിരുന്നു, പറഞ്ഞു തന്നതേ വല്യച്ഛനാ, കുടുംബത്തോടെ വന്ന് തൊഴുതു പോണം അത്രേ വിചാരിച്ചിട്ടുള്ളൂ എന്ന് സുഭാഷ് പറയേ. സംശയത്തോടെ അമ്മായിയും ഗംഗേട്ടൻ നിങ്ങൾക്ക് അഡ്രസ് തന്നെന്നോ, അതെ എന്ന് സുഭാഷ് പറയേ. എന്തിനാണ് വെറുതെ കള്ളം പറയുന്നേ, സുനന്ദയും അശ്വിനും വന്നിട്ടുണ്ടെന്നറിഞ്ഞ് നിങ്ങൾ മനഃപൂർവ്വം ബഹളം ഉണ്ടാക്കാൻ വന്നതല്ല എന്നമ്മായി സംശയത്തോടെ ചോദിക്കുന്നവർക്ക് അയ്യേ നിങ്ങളുടെ തലയ്ക്ക് എന്താ സുഖമില്ല അമ്മായി, ഇത്രയും ആളുകള് ഇത്രയും ദൂരം വണ്ടി പിടിച്ച് ഇവിടെ വന്ന് ബഹളം ഉണ്ടാക്കുന്നതിനേക്കാൾ നല്ലതല്ലേ നിങ്ങളുടെ മകളുടെ ഭർത്താവിന്റെ വീട്ടിലേക്ക് അങ്ങ് കയറി ചെല്ലുന്നത്, അതാണല്ലോ കൂടുതലെടുത്ത് പ്രാന്താണോ നിങ്ങൾക്കെന്ന് സുധീഷ് ചോദിക്കുന്നു. അമ്പലത്തിൽ തൊഴാൻ വന്നതാണെന്ന് അവർ പറഞ്ഞില്ലേ അമ്മേ, പിന്നെന്തിനാ അമ്മ ആവശ്യമില്ലാത്ത കാര്യം ആലോചിക്കുന്നെന്ന് സുനന്ദയും ചോദിക്കുകയാ. അത് കേട്ട അമ്മായും ദേഷ്യത്തോടെ എടാ നീയൊക്കെ കാണിച്ചു കൂട്ടിയത് ഇപ്പോഴും മറക്കാത്തത് കൊണ്ട്, അത് കേട്ട് ഹരീഷും അതെ പ്രശ്നമുണ്ടാക്കാനാണെങ്കിൽ ഞങ്ങൾക്കത് അന്നേ ആവാമായിരുന്നു, അത് ചെയ്യാത്തോണ്ടാ നിങ്ങളുടെ മകൾ ഇപ്പോഴും ഭർത്താവിന്റെ ഒപ്പം ജീവിക്കുന്നത്, അത് മറക്കല്ലേ എന്ന് ഹരീഷ് പറയുമ്പോഴേക്കും സുനന്ദ എന്നുള്ള അശ്വിന്റെ വിളിയെത്തുകയാ. ദാ പുറത്തുണ്ട് ഇങ്ങോട്ട് വാ, ഇത് ആരൊക്കെയാ വന്നിരിക്കുന്നെന്ന് നോക്കിയേ എന്ന് സുനന്ദ വിളിച്ചു പറയുമ്പോഴേക്കും അശ്വിൻ അങ്ങോട്ട് വരിക. അവരെല്ലാം കണ്ട് സന്തോഷത്തോടെ ആ സുഭാഷ് ഏട്ടാ എന്ന് വിളിച്ചവൻ മുറ്റത്തേക്ക് ഇറങ്ങി ചെന്ന് സന്തോഷത്തോടെ സുഭാഷ് ഏട്ടനെ ഷെയ്ക്കാൻ നൽകുക. ഇവര് തൊഴാൻ വന്നതാ എന്ന് സുനന്ദ പറയേ. ഓ അത് നന്നായി, എന്താ ഇവിടെ നിൽക്കുന്നേ, അകത്തേക്ക് വാ എന്ന് പറഞ്ഞു വിളിക്കേ. ഞാൻ ലഗേജ് എടുക്കട്ടെ എന്ന് പറഞ്ഞ് സുധീഷ് പോകുമ്പോഴേക്കും സുഭാഷും കൂട്ടരും പുറകെ ചെല്ലുന്നുണ്ട്. സുനന്ദ ചാന്ദിനിയെയും നിധിയെയും കൂട്ടി അകത്തേക്ക് കയറി പോവുകയാ. അപ്പോഴേക്കും അമ്മായി പിന്നമ്പുറത്തെത്തി തന്റെ മൊബൈൽ എടുത്ത് ഗംഗാധരനെ വിളിക്കുക. ഗംഗേട്ടൻ കോൾ അറ്റൻഡ് ചെയ്യേ. സുഭാഷിന് തറവാട്ടമ്പലത്തിന്റെ അഡ്രസ് കൊടുത്തത് ഗംഗേട്ടനായിരുന്നോ എന്ന് ലളിത ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട്. അതെ ഞാനാ കൊടുത്തതെന്ന് ഗംഗേട്ടൻ പറയേ. എന്നിട്ട് എന്താ അത് എന്നോട് പറയാത്തതെന്ന് ലളിതയും. അത് കൊടുക്കണ്ടെന്നാ വിചാരിച്ചേ എന്ന് ഗംഗേട്ടൻ പറയേ. എന്നിട്ട് എന്തിനാ കൊടുത്തതെന്ന് ലളിതയും. സ്വാമി നേരിട്ട് വന്നു പറഞ്ഞാ പിന്നെ എന്ത് ചെയ്യും? ഈശ്വരൻ തന്നെ സ്വപ്നത്തിൽ വന്നിട്ടേ ചെയ്തത് ശരിയായോ എന്നൊരു ചോദ്യം. ഞെട്ടി എഴുന്നേറ്റ് ഞാൻ ശരിക്കും പേടിച്ചു പോയി. വഴക്കും വക്കാണവും ഒക്കെ നിങ്ങൾക്കിടയിലാണ്, എനിക്കത് ബാധകമല്ലെന്ന് പറഞ്ഞത് ഞാൻ ശരിക്കും കേട്ട പോലെയായിരുന്നു. ഇനി അത് ചെയ്യാഞ്ഞിട്ടൊരു ദോഷവും വേണ്ടെന്ന് കരുതി ഞാൻ പറഞ്ഞു കൊടുത്തതാ. അമ്പലമല്ലേ, എത്ര പേർ വന്നു പോകുന്നു, അവര് പോയി വരട്ടെ, നമുക്ക് എന്താല്ലേ. അല്ല നീ ഇതെങ്ങനെ അറിഞ്ഞു എന്ന് ഗംഗേട്ടൻ ചോദിക്കുന്നുണ്ട്. ദാ അവരെല്ലാരും കൂടി ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്. ഇവിടെ തൊഴാൻ വന്ന് താമസിക്കുന്നവർക്ക് വാടകയ്ക്ക് കൊടുക്കുന്ന ഒരു വീടാ ഉള്ളത്. ഞങ്ങൾ താമസിക്കുന്ന ആ വീട്ടിൽ തന്നെ അവരും വന്ന് കയറിയിട്ടുണ്ട് എന്ന് ലളിത പറയുന്നതൊക്കെ ആണോ എന്ന് ഗംഗാധരനും. അഡ്രസ് കൊടുത്ത പിന്നെ വരില്ലേ? സുഭാഷും അന്യന്മാരും മാത്രമല്ല, സുധീഷിന്റെ ഭാര്യ ഒരു ബന്ധവുമില്ലാത്തൊരു ഹിന്ദിക്കാരി, അങ്ങനെ ഒരു പട തന്നെയുണ്ട്. ആകെ കൂടിയുള്ള ഇത്തിരി സ്ഥലത്ത് ഇനി അവരെ കൂടി സഹിക്കണം, ഉള്ള സമാധാനം പോയി എന്ന് ലളിത ദേഷ്യത്തോടെ പറയേ. അവരിപ്പൊ തന്നെ കയറി പോകുമെന്ന് എനിക്കറിയില്ലായിരുന്നു ലളിത എന്ന് ഗംഗാധരനും പറയുകയാ. ഇവിടെ സുനന്ദയുണ്ട്, അവൾ സുഭാഷിനോട് സംസാരിക്കുന്നത് കണ്ട് അവൻ എന്തെങ്കിലും സംശയം തോന്നിയാ പിന്നെ അത് മതി എന്ന് ലളിത പറയേ. അവളുടെ കല്യാണം കഴിഞ്ഞതാണെന്ന് അവൾക്കും അവനുമൊക്കെ അറിയാലോ, ഒന്നും സംഭവിക്കില്ല, എല്ലാം നിന്റെ പേടിയാണെന്ന് ഗംഗാധരനും പറയുക. ഗംഗേട്ടൻ ഇവിടെ വന്നൊന്ന് കണ്ടു നോക്കണം, അപ്പോഴേ എന്റെ അവസ്ഥ മനസ്സിലാവും. സുനന്ദയുടെ കാര്യം വിട്, അവളും അവനും പ്രേമത്തിലായിരുന്നു എന്നും അവളവിടെ സ്ഥിരം പോകാറുണ്ടായിരുന്നുവെന്നും ഇവരാരെങ്കിലും അശ്വിനോട് പറഞ്ഞാലോ? അമ്പലത്തിൽ വെച്ച് തന്നെ തമ്മിൽ പിരിയാൻ പാകത്തിലാക്കാൻ ഇവരാരെങ്കിലും തീരുമാനിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും എന്ന് ലളിത ടെൻഷനോടെ ചോദിക്കേ. അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന് സമാധാനിക്കേ. ഈ സമയത്ത് തന്നെ അവരങ്ങോട്ട് കയറി വരുമെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ എന്ന് ഗംഗേട്ടനും പറയുക. എല്ലാം വരുത്തി വെച്ചത് ഗംഗേട്ടൻ തന്നെയാ. ഇനി ഇവിടെ വന്ന് അവകാശം സ്ഥാപിക്കാനും അമ്പലകാര്യങ്ങളിൽ ഇടപെടാനും നോക്കിയ എന്റെ സ്വഭാവം മാറും, പറഞ്ഞേക്കാം എന്ന് ലളിത ദേഷ്യത്തോടെ പറയേ. അവര് തൊഴുതു മടങ്ങിക്കോളും, വേറൊന്നും സംഭവിക്കില്ലെന്ന് ഗംഗേട്ടനും ആശ്വസിപ്പിക്കുക. എല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് എന്നെ സമാധാനിപ്പിക്കാൻ നോക്കണ്ട, ഞാൻ ഫോൺ വെക്കാന്ന് പറഞ്ഞ ലളിത ദേഷ്യത്തോടെ കോൾ കട്ട് ചെയ്യുക. രാത്രിയാവുമ്പോ സുഭാഷും ചാന്ദിനിയും സീറ്റ് ഔട്ടിലിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുക. സീറ്റ് ഔട്ടിൽ തന്നെ മൊബൈൽ നോക്കിക്കൊണ്ടിരിപ്പുണ്ട് ഹരീഷും നികേഷും. സീറ്റ് ഔട്ടിലിരുന്ന് സന്തോഷത്തോടെ കൊച്ചു വർത്തമാനവും പറഞ്ഞിരിക്കുന്ന സുഭാഷിനെയും ചാന്ദിനിയെയും കാണിക്കുന്നിടത്താണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.